നമസ്കാരം. ഒരു സമൂഹം താമസിക്കുന്ന ഒരു പ്രദേശം, അതൊരു പഞ്ചായത്താകട്ടെ, ഒരു ജില്ലയാകട്ടെ, ഒരു സംസ്ഥാനമാകട്ടെ, ഒരു രാഷ്ട്രം തന്നെയാകട്ടെ, ആ പ്രദേശത്ത് ആ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായ ഒരു കാര്യം, അത് അവരുടെ ഭക്ഷണം, പാർപ്പിടം, ഉടുതുണി, ഇത്രയും അടിസ്ഥാന ആവശ്യങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും അത്യാവശ്യമായൊരു കാര്യം അവരുടെ ഒരു സുരക്ഷയാണ്. അതായത് ആ പ്രദേശത്തെ ക്രമസമാധാന നില ഭദ്രമായിരിക്കുക. അതിൻ്റെ ഉത്തരവാദിത്യം ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ സർക്കാരുകൾക്കാണ് സമൂഹം ഏൽപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സർക്കാരുകളുടെ മേലാണ് സമൂഹം നിക്ഷേപിച്ചിരിക്കുന്നത്. ആ ക്രമസമാധാന വ്യവസ്ഥ കൃത്യമായി പരിപാലിക്കുന്ന ഒരു സർക്കാർ, അതായത് കഴിവിൻ്റെ പരമാവധി, എപ്പോഴും ഒരു 100% കൃത്യത എന്നുള്ളത്, അല്ലെങ്കിൽ കൃത്യനിഷ്ഠത എന്നുള്ളത് ഒരു കാര്യത്തിലും സാധ്യമല്ല. അതൊരു ഭാവനാത്മകമായിട്ടുള്ളൊരു സാഹചര്യമാണ്. ഒരു 99%, 95% ഒക്കെ കൃത്യത വേണമെങ്കിൽ ഇക്കാര്യത്തിൽ സാധ്യമാക്കാം സർക്കാരുകൾ വിചാരിച്ചാൽ. അതിന് നിശ്ചയദാർഢ്യമുള്ള ഭരണാധികാരികൾ മാത്രം മതി. ആശയ സംശുദ്ധിയും നേരായ മാർഗത്തിൽ പ്രവർത്തിക്കണമെന്നുള്ള ചിന്താഗതിയും ഉള്ള ഭരണാധികാരികൾ മാത്രം മതി. പക്ഷേ ദൗർഭാഗ്യവശാൽ കേരളം കഴിഞ്ഞ കുറേ കാലമായി, ഏതാണ്ടൊരു 10 വർഷമായി കൃത്യമായി തന്നെ വളരെ ഇരുണ്ട കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ക്രമസമാധാന നില സംബന്ധിച്ച് ഉള്ള വസ്തുതകൾ നാം പരിശോധിക്കുമ്പോൾ അതിൽ തന്നെ പ്രധാനമായി സ്ത്രീ സുരക്ഷ എന്ന വസ്തുത. പീഡനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. ഈ പീഡനങ്ങളെന്ന് ഞാൻ പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുട്ടി നേതാക്കളായ ആർഷോ മുതൽ മുതിർന്ന നേതാക്കളായ എം മണി വരെ അവരുടെ വിഷലിപ്തമായ നാവുകൾ കൊണ്ട് സ്ത്രീകൾക്കെതിരെ നടത്തുന്ന അധിക്ഷേപങ്ങൾക്ക് നേരെ ഇടതുപക്ഷ സർക്കാർ നടത്തുന്ന കണ്ണടക്കലുകൾ ഇതിൽ ഉൾപ്പെടുത്തുന്നതേയില്ല. കൃത്യമായി സ്ത്രീകളുടെ മാനത്തിനും ജീവനും സ്വത്തിനുമൊക്കെ ഭീഷണിയാകുന്ന തരത്തിലുള്ള സംഭവങ്ങൾ നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു കേരളത്തിൽ. അത് വാളയാറുള്ള 2 പെൺകുട്ടികളുടെ കാര്യമായാലും, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രതിയെ മലപ്പുറം മഞ്ചേരി കോടതി വെറുതെ വിട്ട സിദ്ദിഖ് അലി എന്ന പ്രതി, അദ്ദേഹമെന്നല്ല അയാൾ ചെയ്തത്. കാരണം പ്രതി വെറുതെ വിട്ട് കഴിഞ്ഞാൽ അയാൾ ഇനി പ്രതിയല്ല, അതാണ് അവസ്ഥ. അദ്ദേഹമെന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടി വരുമെന്നുള്ളതാണ് ദുരവസ്ഥ. 14 പേജുള്ള ഒരു ആത്മഹത്യാക്കുറിപ്പ് ഈ പ്രതിക്കെതിരെ, ആത്മഹത്യ ചെയ്ത 16 വയസ്സുള്ള വിദ്യാർത്ഥിനി, ഇയാളൊരു കരാട്ടെ ഇൻസ്ട്രക്ടറാണ്, പരിശീലകനാണ്. ഇയാൾ പീഡിപ്പിച്ചു എന്ന് വ്യക്തമായി മൊഴി കൊടുക്കുന്ന ഒരു 14 പേജുള്ളൊരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചതിന് ശേഷമാണ് ചാലിയാർ പുഴയിൽ ചാടിയ ആ 16 വയസ്സുള്ള പെൺകുട്ടി ജീവനൊടുക്കിയത്. എന്നിട്ട് പോലും പ്രോസിക്യൂഷൻ്റെയും അന്വേഷണത്തിൻ്റെയും പരാജയം കാരണം അന്വേഷണം അട്ടിമറിച്ച് തെളിവുകളില്ലാതാക്കി പ്രതി രക്ഷപ്പെട്ടു എന്നുള്ള ആരോപണം വ്യാപകമായി വരുന്നു. ഇത് ഏറ്റവും പുതിയ ഇന്നലെ പുറത്തു വന്ന വിധി പ്രസ്താവം മാത്രം. സംഭവം നടന്നത് കുറേ കാലം മുമ്പാണ്. അതിനു മുൻപ് വാളയാറുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചു. 2017 ജനുവരി 13-ന് 13 വയസ്സുള്ള ഒരു പെൺകുട്ടി വാളയാറിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു. ആ പെൺകുട്ടിയുടെ സഹോദരി, 9 വയസ്സുകാരിയായ പെൺകുട്ടി, 2 പേർ മുഖം മറച്ചും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടു എന്നുള്ള മൊഴി നൽകി. അതിനുശേഷം മാർച്ച് 4-ാം തീയതി, ജനുവരിയിൽ 13-ാം തീയതി മൂത്ത പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ള നിലയിൽ കാണപ്പെടുന്നു, തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നു വീട്ടിലെ മുറിയിൽ. അതേ മുറിയിൽ തന്നെ മാർച്ച് 4-ാം തീയതി 9 വയസ്സുള്ള ആ പെൺകുട്ടിയുടെ സഹോദരിയും അതേ നിലയിൽ തൂങ്ങി മരിച്ചതുപോലെ കാണപ്പെടുന്നു. പ്രതികളായി അന്ന് സംശയിക്കപ്പെട്ടിരുന്നതും അറസ്റ്റ് ചെയ്യപ്പെട്ടതും പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയതും വി മധു, എം മധു, ഷിബു, പ്രദീപ് തുടങ്ങിയ ആളുകളുടെ പേരിലാണ് കുറ്റകൃത്യം ചുമത്തപ്പെട്ടതും പ്രോസിക്യൂഷൻ ആ കേസുമായി മുന്നോട്ട് പോയതും. പക്ഷേ തെളിവുകളുടെ അഭാവത്തിൽ കോടതി ഇവരെയെല്ലാം വെറുതെ വിട്ടു. ഇതിലേറ്റവും ക്രൂരമായൊരു തമാശ എന്ന് പറയുന്നത്, 3-ാം പ്രതി ആയിട്ടുള്ള പ്രദീപ് പിന്നീട് ആത്മഹത്യ ചെയ്തു. ഈ പ്രദീപിന് വേണ്ടിയിട്ട് ഹാജരായ അഭിഭാഷകനായ എൻ രാജേഷിനെ പിൽക്കാലത്ത് അധികം താമസിയാതെ ഈ വിധി പ്രസ്താവമെല്ലാം നടന്ന് അധികം താമസിയാതെ പാലക്കാട് ശിശുക്ഷേമ സമിതിയുടെ ചുമതലക്കാരനായി, അധ്യക്ഷനായി തന്നെ ഇടതുപക്ഷ സർക്കാർ നിയമിച്ചു. ഇത്തരമൊരു ഇരുണ്ട കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്ന് ഈ വസ്തുതകൾക്ക് നേരെ ഒന്ന് കണ്ണോടിച്ചാൽ, മേലോട്ടമായി ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞില്ല. 10 വർഷമായുള്ള ഇടതു സർക്കാരിൻ്റെ ഒരു ഭരണ നേട്ടങ്ങളുടെ ഒരു 2 പരിച്ഛേദങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചത്. ചാലിയാർ പുഴയിൽ ജീവനൊടുക്കിയ പെൺകുട്ടിയാകട്ടെ, വാളയാർ ജീവനൊടുക്കിയ 13-ഉം 9-ഉം വയസ്സുള്ള സഹോദരിമാരാകട്ടെ, ഇവരുടെ ഒരു നേർചിത്രങ്ങൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചത് ഒരു പരിച്ഛേദം മാത്രമാണ്. ഇടതുപക്ഷത്തിൻ്റെ ഈ ഒരു മ്ലേച്ഛന്മാരെ സംരക്ഷിക്കുന്ന രീതി, അല്ലെങ്കിൽ
ഒരു മനോഭാവം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതിൻ്റെ ഏറ്റവും പുതിയ തെളിവ് അല്ലെങ്കിൽ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ നടത്തിയത് ഇടതുപക്ഷത്ത് നിന്ന് ഈ സമീപകാലത്ത് പുറത്തു വന്ന ജി സുധാകരനാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവായിരുന്നു. ഒരുപക്ഷെ പിണറായി വിജയനേക്കാൾ പ്രവർത്തന പരിചയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള അമ്പലപ്പുഴ, ആലപ്പുഴ മേഖലകളിൽ, അമ്പലപ്പുഴ കേന്ദ്രീകൃതമായ ആലപ്പുഴ മേഖലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് വെള്ളവും വളവും കോരിയ പ്രധാന നേതാക്കന്മാരിൽ ഒരാൾ. അദ്ദേഹം പാർട്ടി വിട്ട് പുറത്തു വന്നതിന് ശേഷം 2008 അമ്പലപ്പുഴ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, മോഡൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ആ സ്കൂളിൻ്റെ കൃത്യമായിട്ടുള്ള പേര് അമ്പലപ്പുഴ ഗവൺമെൻറ് മോഡൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ആ സ്കൂളിലെ 3 വിദ്യാർത്ഥിനികളാണ്, +2 വിദ്യാർത്ഥിനികളാണ് ഒരേ ദിവസം ആത്മഹത്യ ചെയ്തത്. ഈ സംഭവം നടക്കുന്നത് 2008 അന്ന് തന്നെ പ്രതികളായിട്ട് ഷാനവാസ്, നൗഫർ എന്ന 2 SDPI പ്രവർത്തകരെ, പോപ്പുലർ ഫ്രണ്ടുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന SDPI പ്രവർത്തകരുടെ മേൽ സംശയത്തിൻ്റെ നിഴൽ വീഴുകയും അവരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സുധാകരൻ്റെ വെളിപ്പെടുത്തലുകളനുസരിച്ച് അന്നത്തെ അമ്പലപ്പുഴ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന ഓമനക്കുട്ടനും ഇന്ന് അമ്പലപ്പുഴയിൽ LDFൻ്റെ നിയമസഭ MLA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സലാമും ഉൾപ്പെടെയുള്ളവർ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി ഈ പ്രതികൾക്ക് വേണ്ടി അവരെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുകയും അതിൻ്റെ ഫലമായി കേസിലെ അന്വേഷണത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും അട്ടിമറികൾ കൃത്യമായി നടക്കപ്പെടുകയും അതേ തുടർന്ന് അതിൻ്റെ പരിണാമമായി 2019 ഫെബ്രുവരിയിൽ ഹൈക്കോടതി ഈ പ്രതികളെ വെറുതെ വിടുകയും ചെയ്തു. ഈ ഒരവസ്ഥയുണ്ടായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൃത്യമായ ഇടപെടലുകൾ കാരണമാണെന്ന് ജി സുധാകരൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഈ സംഭവവും ഇന്നലെ മലപ്പുറത്ത് നടന്ന സിദ്ദിഖ് അലി എന്ന കരാട്ടെ അധ്യാപകൻ്റെ കുറ്റവിമുക്തനാക്കലും ചേർത്തൊന്ന് വായിക്കുക. ഇതിന് പിന്നിൽ നടക്കുന്ന ഒരു ഉള്ളുകള്ളികൾ അല്ലെങ്കിൽ ഉള്ളുകളികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നാം അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. പക്ഷേ അതിനെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട്. ആരൊക്കെയാണ് ഇവരെ സംരക്ഷിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ഒരു ഭരണവ്യവസ്ഥ അല്ലെങ്കിൽ നിയമ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് രാഷ്ട്രീയക്കാർ, പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷങ്ങളായി കേരളത്തിൽ ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയക്കാർ നിരന്തരമായി ഇത്തരം മ്ലേച്ഛന്മാരെ സംരക്ഷിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ കൃത്യമായ ഇടപെടലുകൾ എന്തായിരുന്നു, ഏത് തെളിവാണ് അട്ടിമറിച്ചത് എന്നൊന്നും നാം പരിശോധിക്കേണ്ട കാര്യമില്ല. ഒന്ന് മേലോട്ടമായി പരിശോധിച്ചാൽ ഇത്തരം പ്രതികളെ രക്ഷിക്കുവാനുള്ള ഇവരുടെ ഒരു ത്വര അല്ലെങ്കിൽ ഒരു മനോഭാവം, അവർക്ക് പ്രയോജനമുള്ള കാര്യങ്ങളിൽ അവർ കൃത്യമായ ഇടപെടലുകൾ നടത്തി കാലാകാലമായി നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ മറുവശത്ത് അവർക്ക് വിരോധമുള്ള ആളുകളെ കൃത്യമായി ഏതെങ്കിലും ഒരു ഇല്ലാ കേസിൻ്റെ പേരിൽ വേട്ടയാടുവാനും അല്ലെങ്കിൽ ഉള്ള കേസുകളുടെ പേരിൽ തന്നെ കൃത്യമായി വേട്ടയാടുവാനും. ആലോചിച്ച് നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നത് തന്നെയാണോ പ്രഥമ ദൃഷ്ടിയാൽ? രാഹുൽ മാങ്കൂട്ടത്തിനെ കൃത്യമായി പിടിച്ച് ജയിലിലടച്ചു. എന്നാൽ KV ഗണേഷ് കുമാറിൻ്റെ മേൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ പിങ്ക് പോലീസിൽ വിളിച്ച് നൽകിയ പരാതി മുതൽ മാധ്യമങ്ങളുടെ മുൻപിൽ കൃത്യമായി ഉന്നയിച്ച ആരോപണങ്ങൾ വരെ ഉള്ള കാര്യങ്ങൾ പൊതുമണ്ഡലത്തിൽ ഇപ്പോഴും ലഭ്യമാണ്. ഭാര്യയുടെ ആരോപണം പുറത്തു വന്നപ്പോൾ KV ഗണേഷ് കുമാർ അഹങ്കാരത്തോടു കൂടിയാണ് പറഞ്ഞത്, എനിക്ക് 5000-ന് മേൽ പ്രണയമുണ്ട് എന്ന്, ഞാനിതെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ള തരത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സ്വന്തം സെക്യൂരിറ്റിക്കാരെ കൊണ്ട്, അനുയായികളെ കൊണ്ട് ആക്രമിപ്പിക്കുക വരെ ചെയ്യുന്നൊരവസ്ഥയുണ്ടായി എന്ന് ഭാര്യ തന്നെ ഗണേഷ് കുമാറിനെ കുറിച്ച് വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. ഗണേഷ് കുമാറിൻ്റെ മേൽ ഒരു നടപടിയുമില്ല. രാഹുൽ മാങ്കൂട്ടം ശിക്ഷിക്കപ്പെടേണ്ട ആൾ തന്നെയാണെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പക്ഷേ ഗണേഷ് കുമാറും ശിക്ഷിക്കപ്പെടേണ്ട ആളാണ്. ഇവിടെ ഒരു ഇരട്ട നീതി, ഈ ഇരട്ട നീതിയെല്ലാം രാഷ്ട്രീയ ലാക്കോടുകൂടി അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ച് ചെയ്യുന്നതാണെന്ന് നമുക്ക് കണ്ണടച്ച് മാറ്റിവെക്കാം. പക്ഷേ സാധാരണ ജനങ്ങളുടെ മേൽ ഇവരുടെ ഈ ഒരു ഇരട്ടത്താപ്പോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മ്ലേച്ഛന്മാരെ സംരക്ഷിക്കുന്ന ഒരു മനോഭാവമോ ഭാരമായി വന്ന് സാധാരണ ജനങ്ങളെ ഞെരിച്ചമർത്തി ചതച്ചരയ്ക്കുമ്പോൾ അതിന് നേരെ കണ്ണടയ്ക്കുക എന്നുള്ളത് അതിലും വലിയൊരു ക്രൂരകൃത്യമില്ല. സ്വയം നാം ചെയ്യുന്നൊരു ക്രൂരകൃത്യമാണത്, സമൂഹത്തോട് നാം ചെയ്യുന്നൊരു ക്രൂരകൃത്യമാണത്. കാരണം വാളയാറിലെ പ്രതികളെ സംരക്ഷിക്കുവാനും ആ പ്രതികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനെ ആലോചിച്ച് നോക്കൂ. അതിൻ്റെ ഒരു ഐറണി എന്ന് പറയാം, അതിൻ്റെ ഒരു ദുരവസ്ഥ, ഐറണിയല്ല ദുരവസ്ഥ എന്ന് തന്നെ പറയണം. അതിൻ്റെ ഒരു ദുരവസ്ഥ എന്ന് പറയുന്നത് ഇത്തരത്തിൽ 13ഉം 9ഉം വയസ്സുള്ള 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ആത്മഹത്യയ്ക്കും അവരെ ലൈംഗികമായി ചൂഷണം ചെയ്ത്
മരണത്തിലേക്ക് തള്ളിവിട്ട കൊലപാതകമാണെന്നുള്ള സംശയം വരെ നിലനിൽക്കുന്നുണ്ട്. CBI അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഒരുപാട് പ്രതിഷേധങ്ങൾക്കൊടുവിൽ CBI ആ കേസ് ഏറ്റെടുത്ത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താകും പരിണാമമെന്ന് അറിയില്ല. കാരണം ഇപ്പോൾ തന്നെ തെളിവുകളെല്ലാം തേച്ച് മായ്ക്കപ്പെട്ട് കഴിഞ്ഞിരിക്കാം. അതൊരു എൻ്റെ ഊഹം മാത്രമാണ്. ഇനി ആ കേസിലേക്ക് തിരിച്ചു വന്നാൽ ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണത്തിന് കാരണമായവർ എന്ന് പറയപ്പെടുന്ന, കൃത്യമായി ആ നാട്ടുകാർ ഒരേ സ്വരത്തിൽ ആരോപിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനെ ശിശുക്ഷേമ സമിതിയുടെ മേലാളനായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ നിയമിച്ചത്. വിവാദങ്ങളുണ്ടായി, അതിനെ തുടർന്ന് ആ നിയമനം മാറ്റിവെച്ചു. ഇതെല്ലാം സത്യമാണ്. പക്ഷേ നിയമിച്ചു എന്നുള്ളതും വാസ്തവമാണ്. 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണത്തിന് കാരണമായി എന്ന് സംശയിക്കപ്പെടുന്ന പ്രതികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനാണ്. തെറ്റോ ശരിയോ, അഭിഭാഷകൻ അയാളുടെ ജോലിയാണ് ചെയ്തിരുന്നത് എന്നത് വേണമെങ്കിൽ നമുക്കൊരു ന്യായമായി പറയാം, ക്യാപ്സ്യൂളായി പറയാം. പക്ഷേ ഇതിൻ്റെ ഒരു ദുരവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കൂ. ശിശുക്ഷേമ സമിതി, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ശിശുക്കളുടെ മരണം, ശിശുക്കളിലായിരുന്നു ആ കുഞ്ഞുങ്ങൾ, 13ഉം 9ഉം വയസ്സുള്ള 2 കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിനുള്ള ഒരു സമിതിയുടെ മേലാളനായിട്ടാണ് ഈ മനുഷ്യനെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മ്ലേച്ഛന്മാർക്ക് ഏത് വിധത്തിലുള്ള സംരക്ഷണവും ഒരുക്കുവാൻ കട തുറന്നു വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നീങ്ങുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിയമവ്യവസ്ഥ ഏതാണ്ട് പൂർണ്ണമായി തകർന്ന ഒരു അവസ്ഥയിലാണ്. ക്രമസമാധാനം എന്നത് ഉണ്ടോ എന്നുള്ളത് ഓരോ കേരളീയനും ചിന്തിക്കേണ്ട കാര്യമാണ്. അല്ല, ഇതിനൊക്കെ നേരെ ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്നുള്ളൊരു മൂഢമനോഭാവത്തോടുകൂടി കണ്ണടച്ച് അടുത്ത വാർത്തയിലേക്ക്, അടുത്ത നമുക്ക് താല്പര്യമുള്ള വാർത്തയിലേക്ക് കടന്നു പോകുവാനാണ് ഞാനും നിങ്ങളും ശ്രമിക്കുന്നതെങ്കിൽ നാളെ ഈ മ്ലേച്ഛന്മാർ ഒരുപക്ഷെ നമ്മെ തേടിയെത്തിയേക്കാം, നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ തേടിയെത്തിയേക്കാം. അപ്പോഴും ഇവർക്ക് സംരക്ഷണം ഒരുക്കുവാനുള്ളവരെ നാം തന്നെ നമ്മുടെ മൂഢമനോഭാവത്തിലുള്ള സമ്മതിദാനത്തിലൂടെ അധികാരത്തിലെത്തിച്ചിട്ടുണ്ടാകാം. അവരാ മ്ലേച്ഛന്മാർക്ക് സംരക്ഷണം ഒരുക്കുന്നത് കേരളത്തിലെ അമ്മമാർ സ്വന്തം പെൺകുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ അവരുടെ മൃതശരീരങ്ങളെ വാരിപ്പുണർന്ന് അലറിക്കരഞ്ഞ് കാണേണ്ട ഒരു ദുരവസ്ഥയുണ്ടാകും. അതിലൊരു സംശയവും വേണ്ട. എന്താകും ഇതിൻ്റെ ഭാവി എന്നുള്ളത്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാവി എന്നുള്ളത്, നമ്മുടെ മലയാളി സമൂഹത്തിൻ്റെ ഭാവി എന്നുള്ളത് തീരുമാനിക്കാനുള്ള ദിവസങ്ങളാണ് ഇനി അങ്ങോട്ട് വരുന്നത്. ആ തീരുമാനം മൂഢമനോഭാവങ്ങൾ മാറ്റിവെച്ച് എടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം എന്നിലും നിങ്ങളിലും നിക്ഷിപ്തമാണ്. കാരണം വാളയാറുള്ള പിഞ്ചു പെൺകുട്ടികളാകട്ടെ, ചാലിയാർ പുഴയിൽ ജീവനൊടുക്കിയ പെൺകുട്ടിയാകട്ടെ, ഇവരുടെ എല്ലാം കരച്ചിലുകൾ നമ്മുടെ പെൺകുട്ടികളുടെ കരച്ചിലാണ്, നമ്മുടെ പെൺമക്കളുടെ, നമ്മുടെ സഹോദരിമാരുടെ കരച്ചിലാണ് എന്ന് നമുക്ക് തോന്നുന്നു. അന്നേ ഇവന്മാരെന്ന് തന്നെ ഞാൻ പറയുന്നു, ഇവന്മാർ നന്നാകൂ, കൃത്യമായി നിയമ സംവിധാനങ്ങൾ നടപ്പാക്കൂ. UPയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചും കൂടി ഒന്ന് ഓർക്കുക നിങ്ങൾ. എന്തൊക്കെ കുറ്റം UPയെക്കുറിച്ച് പറഞ്ഞാലും ഒരു കാര്യം അവിടുത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്: പെൺകുട്ടികളെ ദ്രോഹിക്കുന്നവനെ അടുത്ത കവലയിൽ യമരാജൻ കാത്തു നിൽക്കും. അതിലൊരു സംശയവും വേണ്ട. അത് കേവലം ഒരു പ്രസ്താവനയായി മാത്രം അദ്ദേഹം ഒതുക്കിയിട്ടില്ല, അത് നടപ്പാക്കി അദ്ദേഹം കാണിക്കുകയും ചെയ്തു. എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിംഗ് അല്ലെങ്കിൽ നിയമവ്യവസ്ഥയ്ക്ക് പുറത്തുള്ള എൻകൗണ്ടറുകളെ ഞാൻ ന്യായീകരിക്കുകയല്ല. പക്ഷേ ചില കെട്ടകാലങ്ങളിൽ UP പോലെ ക്രമസമാധാനം ഇത്രയും തകർന്നടിഞ്ഞു കിടന്നിരുന്ന ഒരു സംസ്ഥാനത്ത് അതിനെയൊന്ന് ഉയർത്തി ഒരു അടിസ്ഥാന കെട്ടി ഉയർത്തുവാനായിട്ട് ഇത്തരത്തിലുള്ള ചില കടന്ന നടപടികൾ വേണ്ടിവരും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അത് ചെയ്യുവാൻ മടിയില്ലാത്ത, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആദർശശുദ്ധിയുള്ള നിശ്ചയദാർഢ്യമുള്ളൊരു ഭരണാധികാരി സംസ്ഥാനത്തിൻ്റെ തലപ്പത്ത് വന്നാൽ ഈ ക്രമസമാധാന നിലയൊക്കെ ശരിയായി വരുവാനും ഈ മ്ലേച്ഛന്മാരെല്ലാം മാളത്തിൽ ഒളിക്കുവാനും കൃത്യമായി മുട്ടയെ നടന്നു വന്ന് സ്വയം പോലീസിന് മുൻപിൽ കീഴടങ്ങുവാനും ഉള്ള സാഹചര്യം താനേ ഒരുങ്ങും. അതിന് വേണ്ടത് നിശ്ചയദാർഢ്യമുള്ളൊരു ഭരണാധികാരിയാണ്. ആ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.